അപ്പോൾ ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിലെ മൾട്ടിപ്ലെയർ സീരീസ് എന്ന പറഞ്ഞൊരു സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 7 ആയിട്ടാണ്. ഈ സീരീസിൽ മൾട്ടിപ്ലെയർ സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചങ്ങായി കയറ്റാൻ പറ്റുന്നില്ല. എന്താ സംഭവം അറിഞ്ഞൂടാ. വേൾഡിലേക്ക് ഇത് വേൾഡാണ്, സെർവറല്ല. അതുകൊണ്ട് ഈ വേൾഡിലേക്ക് കയറാൻ പറ്റുന്നില്ല. എന്താ സംഭവം അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും. മൾട്ടിപ്ലെയർ കയറാൻ പറ്റുന്ന ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇടും. ഓക്കെ, ഓനെന്തായാലും വരും തോന്നുന്നു. നമുക്ക് നോക്കാം ഒരു ദിവസം. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ഇന്ന് സംഭവം എന്ന് വെച്ചാൽ ഇന്നൊരു ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കണം. ഓട്ടോമാറ്റിക്കുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഒപ്പിച്ചില്ല. ഒരു മാനുവൽ ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കണം. ഇതാണ് നമ്മളെ ഹൗസിൻ്റെ ഇൻറ്റീരിയർ വർക്ക്. നമ്മൾ മൊത്തം ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു നോർമൽ ഹൗസ്. ഇവിടെ മൊത്തം ഒരു ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ചെയ്തത്. അപ്പം നമ്മൾ ഇവിടെയാണ് ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. ഓട്ടോമാറ്റിക് അല്ല, ഇത് സാധാ മാനുവലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ഉണ്ടാക്കാനുള്ള റെഡ് സ്റ്റോണും കാര്യങ്ങളൊന്നും മൈൻ ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ മൈനിങ്ങിന് പോയിട്ടില്ലതാണ് സീന്. അതിൻ്റെ നമുക്ക് മൈനിങ്ങിന് ചെറുതായിട്ട് പോയി, പക്ഷേ റെഡ് സ്റ്റോണും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. നമ്മൾ വെള്ളവും നിറച്ച് അതിൻ്റെ മുകളിൽ സ്ലാബും വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ചെറുതായിട്ടൊന്ന് കട്ടായി പോയി. അത് ഏഡ് ചെയ്താലും കുറച്ച് ലെങ്ത്ത് കൂടിപ്പോകും. ആ കാര്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും കുറച്ച് ഷുഗർ കെയിൻ കൂടി നട്ടിട്ട് ഇങ്ങനെയാണ് സംഭവം ഞാൻ സെറ്റ് ചെയ്യുന്നത്. സാധാരണ ഇങ്ങനെയെല്ലാം സെറ്റ് ചെയ്യാൻ നമുക്ക് എന്തായാലും ഓട്ടോമാറ്റിക് അടുത്ത പ്രാവശ്യം ഓട്ടോമാറ്റിക്കും ഉണ്ടാക്കും. നമ്മളിങ്ങനെ ഈ സ്റ്റോണിൻ്റെ ഇതിൻ്റെ പേരെന്നായിരുന്നു, എന്തോ ഒരു തരത്തിലുള്ള സ്റ്റോണാണ്. ഇത് ചുറ്റിലും വെച്ചിട്ട് ഇതൊന്ന് നൈസായിട്ട് ഇവിടെ വുഡ് വെച്ച് അങ്ങനെ ഉണ്ടാവും. രസമില്ല. നമുക്ക് ഇതേ ബ്ലോക്ക് തന്നെ വെച്ചിട്ട് ഇതേ സ്ലാബ് തന്നെ വെച്ച് നമുക്ക് ഇത് മൊത്തം ഫില്ല് ചെയ്താൽ അപ്പം കുറച്ച് ഡിസൈൻ ആവും. ഓക്കെ, ഇതിലൊരു ചെസ്റ്റും അപ്പുറത്തേക്ക് ഇവിടെ വെച്ച് പോയി. മാക്സിമം നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ